അനന്തപുരി തറവാട്ടിൽ പരിശുദ്ധിയായ മരുമകൾ എന്നുള്ള പേര് നയനയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ അതിന് പൂർണ്ണമായിട്ട് യോഗ്യതയുള്ളവളാണ്. ഇപ്പോഴത്തെ കാലത്ത് അവളെപ്പോലത്തെ പെൺകുട്ടികൾ വളരെ കുറവാണ് എന്നും എനിക്ക് പോലും അവളുടെ മുമ്പിൽ തലപൊക്കി നിൽക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത് നീ നിൽക്കണ്ട എന്നും, പക്ഷേ അവളുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും, അത്രയ്ക്കും കൊള്ളില്ലാത്ത സ്വഭാവമാണ് നയനയ്ക്കെന്നൊക്കെ അനാമിക പറയുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. ദേ, നീ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, പക്ഷേ അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോന്തയുണ്ടല്ലോ കണ്ണാടി നോക്കുന്ന സമയത്തെ ഷേപ്പ് വേറെ ആയിരിക്കും. അപ്പോഴേക്കും അനാമികയ്ക്കാണെങ്കിൽ അങ്ങ് കല്ല് തുള്ളുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ തല്ലു എന്നെ, തല്ലടി തല്ലടി എന്നേ, പോടി നീ തരത്തി കളിക്കടി എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ അനാമിക ആകെ കലിതുള്ളി നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് വേണു അതുപോലെ രേവതിയും കൂടി സംസാരിക്കുന്നുണ്ട്. വേണുവിൻ്റെ അടുത്ത് രേവതി എനിക്ക് സ്വർണം കൊടുത്ത കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും കിളവിക്ക് കിളവൻ കൊടുത്തിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ആഭരണങ്ങളാണ് ആദർശിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് വേണു പറയുന്നത് ഇവർക്കൊക്കെ എന്താ പറ്റിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. തുടർന്ന് രേവതി, ആ വീട്ടിലെ ഇളയ മരുമകള് നമ്മുടെ മകളല്ലേ, അപ്പോൾ അവൾ കാണുകെ സ്വർണം കൊണ്ട് കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി. നമുക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല രേവതി, അല്ലെങ്കിൽ ആ വീട് നമുക്കൊരു കോടതിയാക്കായിരുന്നു. എന്ത് ചെയ്യാനാ, ഇപ്പോഴും ആ കിളവൻ്റെ മുമ്പ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് തൻ്റെ ഇടമില്ലല്ലോ. മക്കൾക്കും മക്കൾക്കൊന്നും തൻ്റെ ഇടമില്ലെങ്കിൽ പോലും പക്ഷേ കയറി വന്നിരിക്കുന്ന മരുമക്കൾക്ക് ഒരിക്കലും അവയാളുടെ കാര്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും തന്ത്രപൂർവ്വം മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിലെല്ലാം കാരണം നിന്റെ മകളുടെ അഹങ്കാരമാണ്. അവൾക്ക് എന്താ അനിയൊന്ന് സ്നേഹിച്ചാലെന്ന് വേണു ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിൽ മൊത്തം വേണുവേട്ടൻ നന്ദുവാണ്. പിന്നെ എങ്ങനെയാണ് അവൾ അവളെ സ്നേഹിക്കുന്നത്? അവർ രണ്ടുപേരും തമ്മിൽ ഒരു തരത്തിലുള്ള ദാമ്പത്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടുപേരും രണ്ടായിട്ടാണ് പോകുന്നത്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ മോള് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും മോളെ കെട്ടിച്ചു വിടാൻ വേണ്ടി പറ്റില്ല. ഈ നയനെന്ന് പറയുന്നവളെ എന്തിനായിരിക്കും ഇവർ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുകയാണേ രേവതി. അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. ദേവയാനി ചേച്ചിക്ക് ആ മരുമകളെ കണ്ണെടുത്താൽ കണ്ടൂടാ, പിന്നെ എന്തിനാ എല്ലാവരും കൂടി അവളെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്? ആ കിളവനും കിളവിയും ചത്താൽ മാത്രമേ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടുള്ളൂ എന്നാണ് കേട്ടോ രേവതി പറയുന്നത്. അങ്ങനെ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദർശനായിരിക്കും എല്ലാ മേൽനോട്ടവും, പിന്നെ ആദർശ് പറയുന്നത് പോലെ ആയിരിക്കും എല്ലാം തീരുമാനിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് അവന് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുകയാണ് രേവതി. പറ്റില്ല, പക്ഷേ അനന്തമൂർത്തിയുടെ സ്വത്തുക്കളെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്നത് അവനും അവൻ്റെ അച്ഛനും അവൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെയാണ്. അവരെല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് തന്നെ അനന്തമൂർത്തി മരിക്കുന്നതോട് കൂടിയിട്ട് അവരെ എല്ലാവരും തല്ലിപ്പിരിക്കണം. അങ്ങനെ എല്ലാവരും 4 ദിക്കിൽ പോയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് വേണുവിൻ്റെ അഭിപ്രായം. തുടർന്ന് കാണിക്കുന്നത് കനകയാണെങ്കിൽ ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോവാണ്. പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് മൂത്ത മകളുടെ ദാമ്പത്യം അത്ര സുഖകരമല്ല. അങ്ങനെ തട്ടിമുട്ടിയോ അങ്ങനെ പോകും. പക്ഷേ രണ്ടാമത്തെ മരുമകൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്. ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് സുഖജീവിതം നയിക്കാം. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് മൂന്നാമത്തെ മകളെ കുറിച്ചിട്ടല്ലേ? അതെ, അതാണ് പ്രശ്നം വെച്ച് നോക്കിയത്. ആ കുട്ടിയുടെ മനസ്സിൽ പയ്യന്മാർ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് കനക പറയുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരുമില്ലേ? മുമ്പ് മനസ്സിലൊരു പയ്യനുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല. ബന്ധമില്ലെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കും, അങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ജോത്സ്യരെ, അതൊരിക്കലും നടക്കില്ല. ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ പയ്യൻ കല്യാണം കഴിച്ചു എന്ന് കേൾക്കുമ്പോൾ ജോത്സ്യർ ഒന്നും കൂടി പ്രശ്നം വെച്ച് നോക്കുകയാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ വരുന്നത്? ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ പോലും അവൻ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ മകളുടെ അടുത്ത് തന്നെ എത്തും. അവർ തമ്മിൽ ഒന്നിക്കണമെന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. ഇത് കേൾക്കുമ്പോൾ കനക ആകെ ടെൻഷനാവുന്നുണ്ടേ. അടുത്ത 1 കൊല്ലത്തിനുള്ളിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും നടക്കാൻ വേണ്ടി പാടില്ല ജോത്സ്യരെ എന്ന് കനക പറയുമ്പോൾ, പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവശാൽ തെളിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നോക്കിയത്. അപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ആ ബന്ധം തന്നെയായിരുന്നു നടക്കേണ്ടിരുന്നത്. ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. ആ വിധി എപ്പോഴായാലും നമ്മളെ തേടി വന്നിരിക്കും. അങ്ങനെ കനക ദക്ഷിണയൊക്കെ കൊടുക്കുമ്പോൾ വിഷമമായില്ലേ എന്ന് ചോദിക്കുകയാണേ. മോളുടെ കല്യാണം എപ്പോൾ നടക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ മകളുടെ കല്യാണം ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നടക്കും, പക്ഷേ അത് അവൾ ഇഷ്ടപ്പെടുന്ന പയ്യനുമായിട്ട് മാത്രമായിരിക്കും. തുടർന്ന് കനക വീട്ടിലെത്തിയിട്ട് നയനയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. ഇത് കേട്ട നയന പറയുന്നുണ്ട്, ആ ജോത്സ്യർ പ്രശ്നം വെച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല.
അതുതന്നെയാണ് മോളെ എൻ്റെയും പേടി. പക്ഷേ അനിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ ഇങ്ങനെ നന്ദൂട്ടൻ്റെയും അനിയുടെയും കല്യാണം നടക്കുക? ഒന്നും അറിയത്തില്ല അമ്മേ. അനിയും അനാമികയും തമ്മിൽ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അപ്പോഴേക്കും നന്ദു ഇവരുടെ സംസാരം കേട്ടിട്ട് ആ വാതിക്കൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരത് കാണുന്നില്ല. ഏതു നേരം അവർ രണ്ടുപേരും തമ്മിൽ അടിയും വഴക്കുമാണ്. അനിക്കാണെങ്കിൽ അവളെ കണ്ണൂടാ. ജോത്സ്യം പറഞ്ഞതുപോലെ ഇനി കറങ്ങിത്തിരിഞ്ഞ് അനി നന്ദുവിൻ്റെ അരികിലേക്ക് തന്നെ വരുമോ? അങ്ങനെ വരാൻ വേണ്ടി പാടില്ല അമ്മേ. അതൊരിക്കലും നടക്കരുത്. അവർ തമ്മിൽ ഇനി ഒരിക്കലും ഒന്നിക്കാൻ വേണ്ടി പാടില്ല അമ്മേ. അനിയും അനാമികയും നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആഗ്രഹം. മോളെ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അനിമോൻ ഇവിടെ വരുന്ന സമയത്ത് നന്ദൂട്ടനെ കാണുമ്പോൾ അനിയുടെ മുഖത്തുള്ള മാറ്റം. ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, അത് അനിക്ക് മാത്രമല്ല അമ്മേ, നന്ദുവിലുണ്ട് ആ മാറ്റം. എന്തായാലും മോളെ, ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് എരുതിയിൽ എണ്ണ വയ്ക്കുന്ന ഒരു ഇതുണ്ടാവാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിലും അമ്മേ, നമ്മൾ കാണിച്ചത് വലിയൊരു അബദ്ധമായിപ്പോയി. 3 മരുമക്കൾ ഒരു വീട്ടിൽ നിന്ന് പാടില്ല എന്ന് പറഞ്ഞെങ്കിലും അതായിരുന്നു ശരി. ഇനി എന്തായാലും മോളെ അങ്ങനെ പറയരുത് എന്നും, പിന്നെ അവിടേക്ക് നന്ദൂട്ടം വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മായിമ്മയും മരുമകളും തമ്മിൽ ശത്രുക്കളായേനെ. ഈ അടുപ്പത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമല്ലേ അനിമോൻ്റെ അമ്മ മോളെ വെറുക്കാൻ തുടങ്ങിയത്? അത് ശരിയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അമ്മേ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞതെന്ന് നയന വീണ്ടും ചോദിക്കുമ്പോൾ, അയാൾ വെറുതെ പറഞ്ഞതല്ലോ, പ്രശ്നം വെച്ച് നോക്കി പറഞ്ഞതല്ലേ. ഇനി എന്തൊക്കെ സംഭവിക്കും എന്തോന്നുള്ള ടെൻഷനിലാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ നന്ദു കേട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മാറി നിന്ന് ചിന്തിക്കുകയാണ് അനിയും നന്ദുവും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ചൊക്കെ കേട്ടോ. അങ്ങനെ നന്ദു പുറത്ത് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് കനക വരുന്നത്. കനകയ്ക്കൊരു സംശയം, ഇനി ഇവളെങ്ങാനും കേട്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നന്ദൂട്ട, നീ എവിടെയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അടുത്ത വീട് വരെ ഒന്ന് പോയിരുന്നു എന്ന് പറയുകയാണേ. അമ്മ ജോത്സ്യനെ കണ്ടിട്ട് എപ്പോഴാണ് വന്നത്? ഇപ്പം വന്നേ ഉള്ളൂ. ജോത്സ്യൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നന്ദൂട്ടൻ്റെ കല്യാണം ഉടനെ നടക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണേ. ഓ, അപ്പോൾ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ജോത്സ്യനെ കാണാൻ വേണ്ടി പോയത്? അതേ മോളെ, മോക്ക് ഇപ്പോൾ കല്യാണ സമയം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതല്ലേ. മോളെ, ജോത്സ്യം പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ, ആഹാ, ജോത്സ്യം പറഞ്ഞതാണെങ്കിൽ അങ്ങേർക്കൊരു മോളില്ലേ, അവരെ പിടിച്ച് കെട്ടിച്ചോളാൻ വേണ്ടി പറ. അല്ലാണ്ട് എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണേ. തുടർന്ന് കാണിക്കുന്നത് അനി ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അനന്തപുരി തറവാടിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മുടെ ആദർശ് വരുന്നത്. അനി, നിൻ്റെ 3 ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ടും നീ അതുവഴി പോകുന്നില്ലല്ലോ. നമ്മുടെ കമ്പനിയിൽ നമ്മൾ ചെന്നിട്ടില്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഏൽപ്പിച്ചത് എന്ന് കരുതിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിയരുതെന്ന് പറയുമ്പോൾ, ഏട്ടാ ഞാൻ ഇന്നു മുതൽ പൊയ്ക്കോളാം എന്ന് പറയാണേ. ഞാൻ ഏട്ടൻ്റെ കൂടെ വരാം എന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാൻ നയനയുടെ അടുത്ത് പോയിട്ടേ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനും ഏട്ടത്തിയെ കാണാൻ വേണ്ടി വരാം. അതിന് അനാമികയ്ക്ക് ഇഷ്ടമല്ലല്ലോ നീ അങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അവളുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല ഏട്ടാ. തുടക്കത്തിൽ തന്നെ ഒരു കടിഞ്ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ അവൾ എൻ്റെ തലയിൽ കയറും. എടാ, നീ നന്ദുവിനെ സ്നേഹിച്ചിട്ടില്ലേ? അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് അനാമിക ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള കാര്യം പറയണേ. അവൾ അവളുടെ സംശയം വെച്ച് ഇരുന്നോട്ടെ. അനന്തപുരിയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നവളാണ് അവള്. അവൾക്ക് ഈ കുടുംബമായിട്ടുള്ള ബന്ധമായിരുന്നു വേണ്ടിയിരുന്നത്. അവളുടെ വീട്ടുകാർക്കും പറയുന്നതൊക്കെ 3/4 ഭാഗവും കള്ള അല്ല, ഫുള്ളും കള്ളം തന്നെയാണ്. ഓരോ ദിവസം കൂടുന്നവരും അനാമികയോടുള്ള വെറുപ്പ് നിനക്ക് കൂടിക്കൂടി വരികയാണല്ലോ അനി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അത് കുറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലല്ലോ ഏട്ടാ. ഏട്ടൻ മാലയിട്ടതിന് ശേഷം ഏട്ടത്തിയുടെ അടുത്ത് വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പറഞ്ഞു, മാറി നിൽക്കുന്ന രീതിയിൽ. ഇവളോട് ആരും ഒന്നും പറഞ്ഞില്ല. ഇവൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു ആദർശ് പറയുമ്പോൾ, അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് സമാധാനം കിട്ടുന്നതാണ് കേട്ടോ ആനി പറയുന്നത്. എടാ, ഇങ്ങനെയൊന്നും പറയലേ. നിന്റെ ജീവിതം തകരുന്നത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. അവൾക്ക് ഇച്ചിരി പക്വതക്കുറവുണ്ട്. അപ്പോൾ അത് കണ്ടും നോക്കിയൊക്കെ നീ തന്നെ പെരുമാറണം. നീ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അങ്ങനെ രണ്ടുപേരും കൂടി നയനയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അച്ഛനും നന്ദും ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ആദർശിൻ്റെ അടുത്തും നാനിയുടെ അടുത്തും ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പോകുന്ന വഴിയെ ഇവിടെ നിന്ന് കയറിയിട്ട് പോവാ എന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ മാറിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ആദർശ്. അതൊക്കെ അപ്പം തന്നെ മാറിയെന്നും, പിന്നെ അപ്പോഴത്തെ ഒരു ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആംബുലൻസിലൊക്കെ കൊണ്ടു നിർത്തിയില്ലേ, അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണെന്ന് പറയാണ് നമ്മുടെ ഗോവിന്ദൻ. തുടർന്ന് നന്ദുവിൻ്റെ അടുത്ത് അവിടെ കമ്പനിയിൽ ഒരു ജോലി തരട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണേ. അവൾ സ്വന്തമായിട്ടൊരു ജോലി അതുപോലെ കണ്ടുപിടിച്ചോളാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ, ഇനി കമ്പനി വന്നിട്ട് ഒരു വിവാദവശം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് നമ്മുടെ ഗോവിന്ദൻ പറയുന്ന സമയത്ത്, അനിയിപ്പോൾ എൻ്റെ കമ്പനിയിലല്ല, അവന് സെപ്പറേറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെ. എന്തായാലും ആദർശേട്ടൻ ഇപ്പം അത് വേണ്ട എന്നാണ് നന്ദുവും പറയുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നയനയ്ക്കും അവിടെ ജോലി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നന്ദു അവിടെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് അവിടെ ജോലി ചെയ്യാമല്ലോ. അച്ഛനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണല്ലേ, ജോലിക്കും പോകുന്നില്ല കല്യാണവും വേണ്ടെന്നല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കതൊരു കഷ്ടപ്പാടൊന്നും ആവുന്നില്ല.
പ്രായം അതിന് മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. 2 അറ്റാക്ക് വന്നെന്ന് കരുതിയിട്ട് എൻ്റെ ശരീരത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ ശരി അച്ഛാ, ഞാൻ പോയിട്ട് നയനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ കൂടെ നമ്മുടെ അനിയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയ്ക്ക് അരികിലേക്ക് എത്തുമ്പോൾ രണ്ടുപേരുണ്ടല്ലോ എന്നുള്ള കാര്യം നയന ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നത് ഏട്ടൻ്റെ കൂടെയെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതും വേണ്ടെന്നേ ഞാൻ പറയുമെന്നാണ് നയന മറുപടിയായിട്ട് കൊടുക്കുന്നത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയുടെ ഏട്ടനും പിന്നെ പ്രതിയാകും. നന്ദുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും കൂട്ടു നിന്നേന്നേ പറയുള്ളൂ. അങ്ങനെ പറയുന്നവരെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ അത് തന്നെയാണ് തൻ്റെ അഭിപ്രായം എന്നും എനിക്ക് എൻ്റെ ഏട്ടത്തിയെ കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരണ്ടേ. ഏട്ടത്തി ഇപ്പോൾ കരൾ കൊടുത്ത കാര്യം പലർക്കും അറിയില്ല എന്ന് കരുതിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പറ്റുമോ? മനുഷ്യന്മാരെന്ന് പറയുന്ന അത്ര വിശാല മനസ്സുള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ആദർശേട്ടനും ഒരു പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദർശേട്ടനും ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ അത്ര പോലും പക്വതയില്ലാത്ത പ്രായമില്ലാത്തൊരു പെൺകുട്ടിയുടെ കാര്യമോ? പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ സ്നേഹമൊന്നുമില്ല. തുടക്കത്തിലെ എനിക്ക് അനാമികയോട് ദേഷ്യമാണ്. നിങ്ങളുടെ തമ്മിലുള്ള ദാമ്പത്യം ഞങ്ങളുടെ തുടക്കം പോലെയാണ് പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ അനി ഇഷ്ടമല്ലാതെ ഏട്ടാ ഞാൻ അവളെ കിട്ടിയത്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും. പക്ഷേ താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പാണ് ആദർശേട്ടൻ എൻ്റെ മുഖം കണ്ടത്. പക്ഷേ ആ സാഹചര്യമല്ലല്ലോ ഞങ്ങളുടേത്. അവളെ എൻ്റെ പിന്നാലെ നടന്നിട്ട് ശല്യം ചെയ്തതാണ്. അങ്ങനെയൊന്നും പറയണ്ട. അനിയുടെ കവിത വായിച്ചപ്പോൾ അനാമിക ഒരു കത്ത് എഴുതിയപ്പോൾ ആ പെൺകുട്ടിയെ തേടി നടന്നത് അനി തന്നെയാണ്. അന്ന് അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തുടർന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ, നിൻ്റെ അമ്മ അനന്തപുരിയിലേക്ക് നവ്യയെ പറഞ്ഞിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഇന്ന് അത് തെറ്റായിപ്പോയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും അന്ന് അമ്മയുടെ സാഹചര്യം അതായിരുന്നില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്വന്തം മകളെ അനന്തപുരിയിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് അനാമികയുടെ അച്ഛനും അമ്മയും. അവരെ കാണിച്ചതൊക്കെ പൊങ്ങച്ചാണെന്നുള്ള കാര്യം എനിക്ക് കുറേ നാളായിട്ട് സംശയമുണ്ട്. അന്ന് അവരൊരു കാറ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നോ? പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്നാണ് തോന്നുന്നത്. ആ കാർ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല. അതിന് വിറ്റോന്നും അറിയില്ല എന്ന് അനി പറയുന്ന സമയത്ത് വിൽക്കുകയാണെങ്കിൽ വിൽക്കട്ടെ അനി, നമുക്ക് കാറും സമ്പത്തും ഒന്നും അല്ലല്ലോ വേണ്ടത്. അവിടെയും കണക്കൂട്ടലുകൾ പ്രയോഗിച്ചു. അവൾക്ക് അവളോടല്ലാതെ മറ്റാരോടും സ്നേഹമില്ല. ഏട്ടാ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അനി പുറത്തേക്ക് ഇറങ്ങുകയാണേ. അനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് അനിക്ക് നല്ല നിരാശയുണ്ടല്ലേ എന്നുള്ള കാര്യം. ഈ നിരാശ ഉണ്ടാക്കി വെച്ചത് ആരാണ്? അനിക്കും അവനെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് നീയല്ലേ അവരെ പറഞ്ഞ് തിരുത്തിയത്. ഇനി അതിനെക്കുറിച്ച് എന്തിനാ ആദർശേട്ടാ പറയുന്നത്? ആദർശേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും അവരുടെ ജീവിതം നന്നായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. ആ നിലയ്ക്ക് അതിനുള്ള അവസരം നമ്മളായിട്ട് ഒരുക്കുക വേണ്ടത്. അതുകൊണ്ടല്ലേ പലതും ക്ഷമിക്കുന്നത്. അനി ബന്ധം പിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വയ്യാന്ന് ആദർശ് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതിനൊപ്പം നിൽക്കരുത്. അവരെ പറഞ്ഞ് തിരുത്തി അവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടത്. അതിന് അവളും കൂടി വിചാരിക്കണ്ടേ? അവർ രണ്ടുപേരും സ്നേഹത്തോടു കൂടി ഒന്നും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ അമ്മയ്ക്ക് കരൾ കൊടുത്തിരിക്കുന്നത് നീയാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ഇളയച്ചിന് സ്വന്തം മരുമകളോടുള്ള താല്പര്യം കുറഞ്ഞു. ഇപ്പോൾ ഇളയമ മാത്രമാണ് അവളെ സ്വന്തം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അനിയുടെ തലയിൽ നമ്മൾ കെട്ടിവെച്ചതേ വലിയൊരു ഭാരമാണ്. അവളുടെ സ്ഥാനത്ത് നന്ദു ആയിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയേനെ. വീണ്ടും അതിനെക്കുറിച്ച് പറയണ്ട എന്നും ഇനി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അനിയുടെയും നന്ദുടെയും മനസ്സിൽ അത് വീണ്ടും ആഗ്രഹങ്ങൾ കൊടുക്കുന്നത് പോലെ ആയിരിക്കും. അവൾ ആദ്യമായിട്ട് സ്നേഹിച്ചത് അനിയെയാണ്. അതുകൊണ്ട് തന്നെ അനിയോട് ഇപ്പോഴും അവൾക്കൊരു സിമ്പതി ഉണ്ട്. അത് വീണ്ടും ഒരു അപകടാവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറയുകയാണെ നയന. അതേസമയം അനി ഇങ്ങനെ പുറത്തേക്ക് വരുവാണല്ലോ, അതേ വഴി തന്നെ അങ്ങോട്ട് നന്ദുവും വരുന്നുണ്ട്. നന്ദു അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചായ വേണോ എന്ന്. വേണ്ട, കുടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. എന്തായാലും അനി നന്ദുവിനും നന്ദു അനിക്കും ഉള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൈകാതെ തന്നെ ഒന്നിക്കുന്നതായിട്ടുള്ള രംഗം നമുക്ക് കാണാം. അനാമികയെ ആരാണ് ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഉള്ള വിശേഷമൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ഈ അനാമികയും ഒന്നിക്കുന്നതായിട്ടുള്ള രംഗം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്